മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗഭക്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസന പർവവും അശ്വമേധിക പർവവും കഴിഞ്ഞ് ആശ്രമവാസപർവത്തിലെ ധൃതരാഷ്ട്ര ദമ്പതികളുടെ വനവാസവും ഭീമന്റെ കുത്തുവാക്കുകളും ധൃതരാഷ്ട്ര വനവാസത്തിന് പോകുന്നതും കുന്തിയും വനവാസത്തിലേക്ക് പോകുന്നതും വിതുരന്റെ ദേഹവിയോഗവും ധൃതരാഷ്ട്രയുടെ അന്ത്യവും ഭീഷ്മാദി ദർശനങ്ങൾ കൊണ്ടാണ് ആശ്രമവാസിക പർവവും സമാപിച്ചത്. ഇനി മഹാഭാരതം മൗസല പർവമാണ് തുടരുന്നു. വിതുരരും ധൃതരാഷ്ട്രവും കുന്തിദേവിയും ഗാന്ധാരിയും എല്ലാം മരിച്ചതിന് ശേഷവും ദുഃഖം കൈവെടിഞ്ഞ് പാണ്ഡവർ യഥാവിധി രാജ്യഭാരം നടത്തി. ധൃതരാഷ്ട്രൻ, ഗാന്ധാരി, കുന്തിദേവി എന്നിവർ മരിച്ചതിനു ശേഷം 18 കൊല്ലം കൂടി പാണ്ഡവർ യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ രാജ്യം ഭരിച്ചു. അക്കാലത്ത് എല്ലാവിധത്തിലും അഭിവൃദ്ധി ഉണ്ടായി. യുധിഷ്ഠിരനെ ജനങ്ങൾ പിതാവിനെ പോലെയും ഈശ്വരനെ പോലെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അദ്ദേഹവും ജനങ്ങളെ സ്വന്തം മക്കളെ എന്ന പോലെ സ്നേഹവാത്സല്യങ്ങളോടെയാണ് ഭരിച്ചത്. എന്നാൽ യുധിഷ്ഠിരന്റെ ഭരണത്തിന്റെ അവസാന കാലമായപ്പോഴേക്കും കാലത്തിന്റെ ഗതി തന്നെ ക്രമേണ മാറുവാൻ തുടങ്ങി. ജനങ്ങളുടെ ബുദ്ധിയൊക്കെ ക്ഷയിച്ചു. ധർമ്മനിഷ്ഠയ്ക്ക് പൊതുവെ ഹാനി തെറ്റി. വികാരങ്ങൾ മനുഷ്യ മനസ്സിനെ കീഴടക്കി തുടങ്ങി. ധർമ്മത്തിൽ ആർക്കും ശ്രദ്ധയില്ലാതെയായി. രാഗദ്വേഷങ്ങളും മതമാത്സര്യങ്ങളും എല്ലായിടത്തും പണമുയർത്തി. അതോടൊപ്പം തന്നെ സർവനാശത്തെ സൂചിപ്പിക്കുന്ന പല ദുർലക്ഷണങ്ങളും കണ്ടു തുടങ്ങി. കാലത്തിന്റെ അത്ഭുതകരമായ ഈ വൈപരീത്യത്തെ കൊണ്ട് പാണ്ഡവന്മാർ ഭയപ്പെട്ടു. അവരുടെ ഭയം അസ്ഥാനത്തായിരുന്നില്ല. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഗാന്ധാരിയും മറ്റ് സ്ത്രീകളും യുദ്ധകളം സന്ദർഭിച്ച് ഭീമത്സമായ കാഴ്ചകൾ കാണുകയും ദീനരോദനം കേൾക്കുകയും ചെയ്തപ്പോൾ ഇതിനൊക്കെ കാരണക്കാരൻ കൃഷ്ണനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശപിക്കുകയാണല്ലോ ഉണ്ടായത്. 36 വർഷം കഴിയുമ്പോൾ കുരുവംശം എങ്ങനെ തമ്മിൽ തല്ലിത്തുലഞ്ഞുവോ അതേപോലെ യാദവ വംശവും തമ്മിൽ തല്ലിത്തുലയുമെന്ന് ഒരു നീചന്റെ അസ്ത്രം കൊണ്ട് കൃഷ്ണൻ തന്നെ മരിക്കുകയും ചെയ്യുമെന്നായിരുന്നു ഗാന്ധാരിയുടെ ശാപം. മഹാഭാരത യുദ്ധം കഴിഞ്ഞിപ്പോൾ 36 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഗാന്ധാരിയുടെ ശാപം വാസുദേവന്റെ ഓർമ്മയിലെത്തി. ശാപമില്ലെങ്കിൽ തന്നെയും തനിക്കും ജ്യേഷ്ഠനായ ബലരാമനും സ്വർഗാരോഹണത്തിനുള്ള കാലമായെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഈ അവസരത്തിൽ യാദവർക്ക് വലിയൊരു ദുരന്തമുണ്ടായി. ഒരു ദിവസം വിശ്വാമിത്രൻ, കണ്വൻ, നാരദൻ എന്നീ 3 മഹർഷി പങ്കുവന്മാർ ദ്വാരകയിലേക്ക് വരുന്ന വഴിയിൽ നഗരപ്രാന്തത്തിലുള്ള ഒരു ആലിഞ്ചുവട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ അവസരത്തിൽ കൂട്ടത്തിൽ സാംഭവൻ എന്നൊരു യാദവ ശ്രേഷ്ഠനുണ്ടായിരുന്നു. മഹർഷി പുങ്കുവന്മാരെ കണ്ട യാദവ പ്രമാണികൾക്ക് അവരുടെ ദിഗ്ജ്ഞാനത്തെ പരീക്ഷിക്കണമെന്നൊരു ദുശ്ചിന്തയാണ് ഉണ്ടായത്. യാദവർ ഉടൻ തന്നെ സാംഭവനെ ഗർഭിണിയായ ഒരു സ്ത്രീയെപ്പോലെ വേഷം കെട്ടിച്ച് മുനിമാരുടെ മുന്നിലെത്തി അവരോട് പറഞ്ഞു, ഇവൾ ബഹ്റുവിൻ്റെ മകളാണ്, ഗർഭിണിയാണ്. ഒരു പുത്രനുണ്ടായാൽ കൊള്ളാമെന്നുള്ള അത്യാഗ്രഹമുണ്ട്. മഹർഷിമാരെ, നിങ്ങൾ പറയുവിൻ, ഗർഭിണിയായ ഇവൾ പ്രസവിക്കുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ? തങ്ങളെ പരിഹസിക്കുവാനുള്ള ശ്രമമാണ് യാദവൻ നടത്തുന്നതെന്ന് മഹർഷിമാർക്ക് ഉടൻ തന്നെ മനസ്സിലായി. അവർ പറഞ്ഞു, ഒരു മുസലമാണ്, അതായത് ഇരുമ്പുലക്ക സാമ്പൻ പ്രസവിക്കുക എന്ന് പറഞ്ഞു. നൃശംസരായ നിങ്ങൾ തമ്മിൽ കലഹിച്ച് ഈ ഉലക്ക കൊണ്ട് നിങ്ങളുടെ കുലം മുഴുവൻ മുടിക്കും. ബലരാമനും കൃഷ്ണനും മാത്രം അതിൽ നിന്നൊഴിവാകും. ഹലായുധനായ ബലരാമൻ ദേഹം വെടിഞ്ഞ് കടലിൽ ആണ്ടുപോകും. മണ്ണിൽ കിടക്കുന്ന സമയത്ത് കൃഷ്ണനെ ജര എന്ന കാട്ടാളൻ എയ്തു കൊല്ലും. യാദവന്മാർ ഇത് കേട്ട് ഭയപ്പെട്ടു. ശാപവൃത്താന്തം ദ്വാരകയിലെല്ലായിടത്തും അറിഞ്ഞു. എല്ലാവർക്കും പരിഭ്രമമായി. ഋഷിവാക്യത്തെ സത്യമാക്കിക്കൊണ്ട് സാംഭവൻ അടുത്ത ദിവസം തന്നെ ഒരു മുസലത്തെ പ്രസവിച്ചു. അതിനെ അരികിപ്പിടിച്ച് കടലിൽ കലക്കിയിളക്കി രാജാവ് അതിനുവേണ്ടിയുള്ള ഒരു കൽപ്പന കൊടുത്തു. അതുപ്രകാരം പ്രവർത്തിച്ചു. എന്നാൽ താമസിയാതെ ആ ഉരുക്ക് പൊടികളൊക്കെ കരിക്കെടുത്ത് ഏരകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുതരം ബലമുള്ള പുല്ലുകളായി മുളച്ചു തുടങ്ങി. അവ കടൽ തീരത്ത് പടർന്നു പിടിച്ച് ധാരാളമായി വളർന്നു. അന്യോന്യം വാക്കുകളേറ്റും മത്സര്യങ്ങളും മറ്റും ഒഴിവാക്കുവാൻ വേണ്ടി ദ്വാരകയിൽ ആരും അന്നു മുതൽ മദ്യപാനം ചെയ്തു പോകരുതെന്നുള്ള രാജശാസനം നടപ്പിൽ വരുത്തി. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമായ പ്രയോജനമുണ്ടായില്ല. ജനങ്ങളൊക്കെ വിവേകരഹിതമായും വികാരവിക്ഷുബ്ധരായും പെരുമാറുവാൻ തുടങ്ങി. സർവനാശത്തെയും സൂചിപ്പിക്കുന്ന അതികഠിനമായ ദുർലക്ഷണങ്ങൾ എല്ലായിടത്തും കണ്ടു തുടങ്ങി. ഇതെല്ലാം കണ്ടപ്പോൾ വാസുദേവൻ എല്ലാവരെയും വിളിച്ച് ഒരു തീർത്ഥയാത്രയ്ക്ക് പ്രേരിപ്പിച്ചു. ദ്വാരകവാസികളായ മിക്കവാറും ജനങ്ങൾ സ്ത്രീ പുരുഷ ഭേദമെന്നിയ പ്രഭാത സാർത്ത് തീരത്തേക്ക് യാത്രയായി. കൃഷ്ണനും ബലരാമനും അവരുടെ പുത്രപൗത്രന്മാരും എല്ലാവരും ആ തീർത്ഥയാത്ര സംഘത്തിലുണ്ടായിരുന്നു. തീർത്ഥക്കരയിലെത്തിയപ്പോൾ എല്ലാവരുടെയും മനസ്സിനൽപ്പം സ്വസ്ഥത ലഭിച്ചു. സന്തോഷവും സമാധാനവും തോന്നി. അവർ ആഹ്ലാദത്തോടെ കുറച്ചു സമയം കഴിച്ചുകൂട്ടി. അപ്പോഴേക്കും പഴയ ദുർവാസനകളൊക്കെ അവരിൽ തലവെക്കുവാൻ തുടങ്ങി. മദ്യപിക്കുവാനും നൃത്തമാടുവാനും ഗാനലോപരമായി സമയം ചിലവഴിക്കുവാനും ആരംഭിച്ചു. ധാരാളം മദ്യം കൊണ്ടുവന്നു.
കൃഷ്ണൻ, ബലരാമൻ, സാത്വികി, പ്രദ്യുമ്നൻ തുടങ്ങിയവർ ഒരിടത്തു കൂടിയിരുന്നു. അധികം അകലെയല്ലാതെ കൃതവർമാവും അയാളുടെ അനുയായികളും ഇരുന്നിരുന്നു. ഭഗവാൻ ഒഴികെ മറ്റെല്ലാവരും മദ്യപാനത്തിൽ മുഴുകി. കൃതവർമാവും സാത്വികിയും ആദ്യം മുതൽക്ക് തന്നെ ശത്രുക്കളാണ്. മദ്യലഹരി മൂത്തപ്പോൾ കൃതവർമാവ് അശ്വത്ഥാമാവിനെ കൂടെ ചേർന്ന് ഉറങ്ങിക്കിടന്ന ദൃഷ്ടദ്യുമ്നനെയും മറ്റും കൊന്ന വഞ്ചകനാണെന്ന് സാത്വികി അയാളെ കുറ്റപ്പെടുത്തി. പ്രായോപവേശം ചെയ്ത് ധ്യാനനിമഗ്നനായിരുന്ന ഭൂരിശ്രവനസിനെ വധിച്ച നീചനാണ് സാത്വികി എന്ന് കൃതവർമാവ് തിരിച്ചടിച്ചു. ഇത് കേട്ട് കോപാക്രാന്തനായ സാത്വികി വാളെടുത്ത് കൃതവർമാവിൻ്റെ തല വെട്ടി വീഴ്ത്തി. അതോടെ ലഹള വ്യാപിച്ചു. ആദ്യം സാത്വികയുടെയും കൃതവർമാവിൻ്റെയും ആൾക്കാർ തമ്മിലാണ് ഏറ്റുമുട്ടിയതെങ്കിലും അത് ചുറ്റുപാടും വ്യാപിച്ചു. മദ്യത്തിൻ്റെ ലഹരിയിൽ ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയുവാൻ കഴിയാത്ത നിലയിലാണ് അവിടെയുണ്ടായിരുന്ന യാദവന്മാർ ഷണ്ഠ കൂടിയത്. അവരെ സമാധാനിപ്പിക്കുവാൻ കൃഷ്ണനും ബലരാമനും വളരെയേറെ ശ്രമിച്ചുവെങ്കിലും അത് ഫലിച്ചില്ല. ബലരാമൻ അല്പസമയത്തിനു ശേഷം അവിടെ നിന്ന് പോയി കളഞ്ഞു. ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കടൽക്കരയിൽ പടർന്നു പന്തലിച്ച് നിന്നിരുന്ന ഏരക പുല്ലുകൾ പറിച്ചെടുത്തായി പോരാട്ടം. അവ കേവലം പുല്ലു മാത്രമായിരുന്നുവെങ്കിലും ആ സമയത്ത് ശരിക്കും വജ്രായുധം പോലെ കാഠിന്യമേറിയതായി കാണപ്പെട്ടു. മുസലപ്പൊടിയിൽ നിന്നുണ്ടായ ഈ പുല്ലുകൾ ഇരുമ്പുകൊണ്ടുള്ള ആയുധം പോലെ ശക്തിമത്തായിരുന്നു. പുല്ലുകൾ കടൽക്കരയിൽ സമൃദ്ധമായി വളർന്നു നിന്നതുകൊണ്ട് ആയുധത്തിന് ആർക്കും പഞ്ഞമില്ലാതെയായി. യാദവർ പരസ്പരം ശക്തിയായി ആക്രമിച്ചു. ഉച്ചത്തിലുള്ള അട്ടഹാസങ്ങളും വീരവാദങ്ങളും പോർവേളുകളും കുട്ടികളുടെയും സ്ത്രീകളുടെയും ആർത്തനാദങ്ങളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ക്ഷണനേരം കൊണ്ട് ശവങ്ങൾ കുന്നുപോലെ കൂടി, രക്തം പുഴ പോലെ ഒഴുകി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാനെ തേടി നടന്ന ധാരുകൻ കൃഷ്ണന്റെ അടുത്തെത്തി. അവർ രണ്ടുപേരും കൂടി ബലരാമനെ അവിടെയെല്ലാം തിരഞ്ഞു. അവിടെയെങ്ങും കാണാതിരുന്നപ്പോൾ അവർ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി തിരച്ചിൽ തുടർന്നു. കുറച്ചു ദൂരം പോയപ്പോൾ വിജനമായ ഒരു സ്ഥലത്ത് ഏകാഗിയായ ഒരു മരച്ചുവട്ടിൽ യോഗനിഷ്ഠനായിരിക്കുന്ന ബലഭദ്രനെ അവർ കണ്ടു. അവർ ബലരാമ സന്നിധിയിലെത്തി അദ്ദേഹത്തെ വന്ദിച്ചു. ബലരാമൻ യോഗനിദ്രയിൽ നിമഗ്നനായിരിക്കുകയാണ്. കൃഷ്ണൻ ധാരുകനോട് പറഞ്ഞു, നീ ഉടൻ തന്നെ ഹസ്തിനാപുരിയിലേക്ക് പോയി അർജുനനെ കൂട്ടിക്കൊണ്ടുവരണം. അർജുനനോട് ഇവിടുത്തെ വിവരങ്ങളൊക്കെ പറയണം. അവൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനും ജ്യേഷ്ഠനും ശരീരം വിട്ടുപോകുന്നതാണ്. ഞാൻ ശരീരം വിടുന്നതിൻ്റെ 7-ാം ദിവസം ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോവും. ദ്വാരകയിൽ ശേഷിച്ചിട്ടുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഹസ്തിനാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും അർജുനനോട് പറയണം. ദാരുകൻ ഹസ്തിനാപുരിയിലേക്ക് കുതിച്ചു. കൃഷ്ണൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഞാൻ ദ്വാരകയിലേക്ക് പോയി അച്ഛനെ കണ്ട് ആജ്ഞ വാങ്ങിയിട്ട് അങ്ങയോടൊപ്പം ചേരുന്നതാണ്. അത്രയും സമയം എനിക്കായി കാത്തിരിക്കണം. കൃഷ്ണൻ ദ്വാരകയിലെത്തി വസുദേവനെ കണ്ടു. ബലരാമൻ കാട്ടിൽ യോഗനിദ്രയിൽ ഇരിക്കുന്നുവെന്നും ഞാനും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് തപസ് ചെയ്യുവാൻ പോവുകയാണെന്നും അറിയിച്ചു. അർജുനനെ വിളിച്ചുകൊണ്ടുവരുവാൻ ധാരുകൻ പോയിട്ടുണ്ടെന്നും അർജുനൻ എത്തുന്നതുവരെ ദ്വാരകയിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിച്ചു കൊള്ളണമെന്നും അറിയിച്ചിട്ട് കൃഷ്ണൻ കാട്ടിലേക്ക് മടങ്ങി. ബലരാമൻ എപ്പോഴും യോഗനിദ്രയിൽ ഇരിക്കുകയായിരുന്നു. കൃഷ്ണൻ ബലരാമ സന്നിധിയിൽ എത്തിയതോടെ ബലരാമ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യ തേജസ് സർപ്പത്തിൻ്റെ ആകൃതിയിൽ പുറത്തേക്ക് വന്നു. അതോടെ ശരീരം ചലനരഹിതമായി അവിടെ വീണു. ആ സർപ്പം വളരെ വലുതായി അനേകം ശിരസ്സുകളോടുകൂടി ഭണങ്ങളും കൂടി പതുക്കെ സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും വാസുകി തുടങ്ങിയ പന്നരാജാക്കന്മാരും നാഗസ്ത്രീകളും വന്ന് എതിരേറ്റ് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. തൻ്റെ അഗ്രജൻ പോയപ്പോൾ ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാ ഗതിയും അറിഞ്ഞ കൃഷ്ണൻ ശൂന്യമായ കാട്ടിൽ ചിന്താമഗ്നനായി ചുറ്റിത്തിരിഞ്ഞു. അദ്ദേഹം ഒരിടത്ത് ചെന്നിരുന്നു. ഗാന്ധാരി പറഞ്ഞ ശാപവാക്കുകൾ അദ്ദേഹത്തിൻ്റെ സ്മൃതിപഥത്തിൽ പൊന്തി വന്നു. തനിക്ക് പോകേണ്ട കാലം വന്നുവെന്ന് അദ്ദേഹം തീരുമാനിച്ചപ്പെടുത്തി. ഇന്ദ്രിയവും വാക്കും മനസ്സും അടക്കി വെച്ച് വലിയ യോഗം ഉൾക്കൊണ്ട് അദ്ദേഹം ഭൂമിയിൽ കിടന്നു. ഈ അവസരത്തിൽ ജര എന്നു പേരുള്ള ഒരു വേടൻ മാനിനെ തിരക്കി ആ വഴി വന്നു. യോഗം പൂണ്ടുകിടക്കുന്ന കൃഷ്ണനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഒരു മാൻ കിടക്കുന്നതായിട്ടാണ് വേടന് തോന്നിയത്. അതിനെ ലക്ഷ്യമാക്കി അവൻ ശരം തൊടുത്തു വിട്ടു. ആ ശരം കൃഷ്ണന്റെ പാദങ്ങളിൽ പിളർന്നു. ശരം തറച്ച സ്ഥലത്തേക്ക് ഓടിയെടുത്ത വേടൻ കണ്ടത് യോഗം പൂണ്ടു കിടക്കുന്ന ചതുർഭുജനായ പീതാംബരനെയാണ്. വേടൻ അതീവ ദുഃഖത്തോട് ഉറച്ച് നിലവിളിച്ചു. അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റ്, ഞാൻ തെറ്റ് ചെയ്തു. വേടൻ ഭഗവാന്റെ തൃക്കാലുകൾ പിടിച്ച് ഏങ്ങി കരഞ്ഞു. മഹാത്മാവായ ദേവൻ അവനെ ആശ്വസിപ്പിച്ചു. നീ തെറ്റ് ചെയ്തില്ല, ദുഃഖിക്കേണ്ട. ഇപ്രകാരം ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ വിശ്വപൂർണൻ മേലോട്ടുയർന്നു. വിണ്ണിലേക്ക് ഉയരുന്ന കൃഷ്ണനെ എതിരേൽക്കുവാൻ വസുക്കൾ, രുദ്രന്മാർ, വിശ്വദേവകൾ, ആദിത്യന്മാർ, ദേവേന്ദ്രൻ, മുനിമാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ തുടങ്ങിയവർ അണിനിരന്നു. എല്ലാവരും ആ പൂജ്യനെ പൂജിച്ചു. ആ പുരുഷോത്തമനെ വാഴ്ത്തി സ്തുതിച്ചു. അദ്ദേഹം വിഷ്ണുവിൽ ലയിച്ചു ചേർന്നു. ധാരികൻ വന്ന് വിവരം പറഞ്ഞ ഉടൻ തന്നെ അർജുനൻ വായുവേഗത്തിൽ ദ്വാരകയിലേക്ക് കുതിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ദ്വാരകയിലെത്തിയപ്പോഴേക്കും ബലരാമന്റെയും കൃഷ്ണന്റെയും സ്വർഗാരോഹണം കഴിഞ്ഞിരുന്നു. അദ്ദേഹം നേരെ വാസുദേവന്റെ അടുത്തേക്ക് പോയി. വസുദേവൻ അർജുനനെ കാത്തിരിക്കുകയായിരുന്നു. ദ്വാരകയിൽ നടന്ന വിവരങ്ങളെല്ലാം അദ്ദേഹം അർജുനനെ അറിയിച്ചു.
അനന്തരം ദ്വാരകയിലുള്ള എല്ലാ സ്ത്രീകളെയും ശേഷിച്ച സമ്പത്തും ജനങ്ങളെയും അർജുനനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം യോഗാസ്ഥനായി. അർജുനൻ ശേഷിച്ച യാദവ പ്രമാണിമാരെയും ബ്രാഹ്മണരെയും മന്ത്രിമാരെയും മറ്റും വിളിച്ചു വരുത്തി ദ്വാരക 7 ദിവസത്തിനുള്ളിൽ സമുദ്രത്തിൽ ആണ്ടുപോകുമെന്നും അതിനു മുമ്പായി എല്ലാവരും അവരവരുടെ സമ്പത്തുമായി ദ്വാരക വിടണമെന്നും അറിയിച്ചു. അന്നു മുതൽ ഭഗവത് പൗത്രനായ വജ്രനായിരിക്കും അവരുടെ രാജാവെന്നും എല്ലാവരുടെയും താൻ കൂട്ടിക്കൊണ്ടുപോയി വേണ്ട വിധത്തിൽ ഇരുത്തണമെന്നും പറഞ്ഞു. അവരെല്ലാം അതിന് തയ്യാറായി. അടുത്ത ദിവസം വാസുദേവൻ സമാധിയായി. അർജുനൻ അദ്ദേഹത്തിൻ്റെ ശേഷക്രിയകളെല്ലാം വേണ്ടവണ്ണം നിർവഹിച്ചു. അനന്തരം പ്രഭാവ സതി തീർത്ഥക്കരയിലുള്ള കാടുകളിൽ നിന്ന് ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും ജഡങ്ങൾ കണ്ടെടുത്ത് അവരുടെ ഉദകക്രിയകളും ചെയ്തു. 7-ാം ദിവസം ദ്വാരകയിൽ ശേഷിച്ച യാദവരും സ്ത്രീകളോടും കൂടി അർജുനൻ ദ്വാരക വിട്ട് ഹസ്തിനാപുരിയിലേക്ക് യാത്ര തിരിച്ചു. അവരൊക്കെ ദ്വാരകയിൽ നിന്ന് സമുദ്രം കടന്ന് കരയ്ക്കെത്തിയതോടെ ദ്വാരക മുഴുവൻ സമുദ്രത്തിൽ ആണ്ടുപോകുന്നത് അവർ കാണുകയും ചെയ്തു. വഴിക്ക് അവിടത്തവിടെ താമസിച്ച് വിശ്രമിച്ചുകൊണ്ട് അവർ യാത്ര തുടർന്നു. ഹിമാലയ പ്രാന്തത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരു ദിവസം വിശ്രമിക്കുവാൻ ഉദ്ദേശിച്ച് കൂടാരമഴിച്ച് താമസിച്ച് ആടുമാടുകളെ മേയിച്ച് ജീവിക്കുന്നവരായ കാടന്മാർ ഇവരെ കണ്ടു. അവർ യാദവ സ്ത്രീകളിൽ ആകൃഷ്ടരായി. അവരുടെ കയ്യിൽ ധാരാളം ധനമുണ്ടെന്നും കാടന്മാർ മനസ്സിലാക്കി. രക്ഷാപുരുഷനായിട്ട് കാര്യമായ ഒരാൾ മാത്രമേ ഉള്ളുവെന്നതുകൊണ്ട് അവരെ ആക്രമിച്ച് ധനത്തെയും സ്ത്രീകളെയും തട്ടിയെടുക്കുവാൻ തീരുമാനിച്ചു. പ്രാകൃതന്മാരായ ഗോപാലന്മാർ സംഘം ചേർന്ന് അർജുനനെയും യാദവന്മാരെയും ആക്രമിച്ചു. ജീവനിൽ കുതിയുണ്ടെങ്കിൽ ഓടിപ്പൊയ്ക്കൊള്ളണമെന്ന് ഫൽഗുണൻ അവരോട് പറഞ്ഞെങ്കിലും അവർ അതൊന്നും കേട്ട ഭാവം നടിക്കാതെ യാദവ സംഘത്തെ വളഞ്ഞു. ഉടൻ തന്നെ അർജുനൻ ഗാണ്ഡീവം ആവനാഴിയും എടുത്ത് ഗോപാലന്മാരോട് ഏറ്റുമുട്ടുവാൻ തയ്യാറായി. എന്നാൽ ആശ്ചര്യമെന്ന് പറയട്ടെ, അജയ്യ യോദ്ധാവും പരാക്രമശാലിയുമായ അർജുനന് ഗാണ്ഡീവത്തെ കുലയ്ക്കുവാനുള്ള ശക്തി പോലും ഇല്ലാതെയായി. കൂടാതെ ഒരിക്കലും അമ്പൊഴിയാത്ത ആവനാഴിയിൽ ഒരൊറ്റ അമ്പ് പോലും ഇല്ലാതെയായി. ഇതിനു പുറമെ ദിവ്യാസ്ത്രങ്ങളൊന്നും അദ്ദേഹത്തിന് ഓർമ്മയുമില്ല. അദ്ദേഹം ആകപ്പാടെ നിരാശനും ലജ്ജിതനുമായി. ഏതോ അദൃശ്യമായ ഒരു ശക്തി തൻ്റെ കഴിവുകളെ സ്തംഭിപ്പിക്കുന്നത് പോലെ ആ ഒരു അനുഭവമാണ് അർജുനനുണ്ടായത്. ദൈവം തന്നെയാണ് തന്നെ നിർവീര്യനാക്കിയിരിക്കുന്നതെന്നും അതിന് ഹേതുവെന്നും പൗരുഷം കൊണ്ട് ദൈവശക്തിയെ അതിജീവിക്കുവാൻ കഴിയുകയില്ലെന്നും ഓർത്ത് അദ്ദേഹം സമാധാനിച്ചു. ഗോപാലന്മാർ അവർക്കിഷ്ടപ്പെട്ട സ്ത്രീകളെയും അനവധി ദ്രവ്യത്തെയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ശേഷിച്ച യാദവ സംഘത്തെയും കൊണ്ട് അർജുനൻ കുരുക്ഷേത്രത്തിലെത്തി. കുറെ പേരെ അവിടെ കുടിയിരുത്തി. ബാക്കിയുള്ളവരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ അവർക്ക് താമസിക്കുവാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കൊടുത്തു. വജ്രനെ യാദവകുലത്തിൻ്റെ രാജാവാക്കി പട്ടാഭിഷേകവും ചെയ്തു. തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഏർപ്പെട്ട പരാജയത്തിൽ വ്യതിത മനസ്കനായ വിജയൻ ഹസ്തിനാപുരിയിലേക്ക് മടങ്ങാതെ നേരെ വ്യാസാശ്രമത്തിലേക്കാണ് പോയത്. സഹിക്കവയ്യാത്ത സങ്കടത്തോട് ബാഷ്പവ്യാകുലനായ അർജുനൻ ആശ്രമത്തിൽ ചെന്ന് ദേവസ്യ മഹർഷിയെ കണ്ടു. വ്യാസൻ ഏകനായിരിക്കുകയായിരുന്നു. അർജുനൻ ആ ധർമ്മജ്ഞന്റെ മുന്നിൽ നിന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു. അദ്ദേഹം പാർത്ഥനെ സ്വാഗതം ചെയ്ത് ആസനസ്ഥനാക്കി. അർജുനന്റെ ക്ഷീണിതമായ മുഖഭാവം കണ്ട് മഹർഷി ചോദിച്ചു, അർജുന, നിനക്കെന്തു പറ്റി? നിന്നെ എന്നും സീമാനായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നെന്താണിങ്ങനെ? അർജുനൻ പറഞ്ഞു, ശ്രീരാമനായ കൃഷ്ണൻ ബലരാമനോടും കൂടി സ്വർഗാരോഹണം ചെയ്തു. മുനിശാപം നിമിത്തം യാദവന്മാരിൽ ഭൂരിപക്ഷവും തമ്മിൽ തല്ലിച്ചെത്തു. വീരനായ കൃഷ്ണനില്ലാതെ ജീവിക്കുവാൻ എനിക്ക് സാധ്യമല്ല. മഹാമുനി വിഷ്ണു പോയതുപോലെ കേട്ടിട്ട് എനിക്ക് ദുഃഖങ്ങൾ പോലും തിരിച്ചറിയുവാൻ വയ്യാതായിരിക്കുന്നു. എനിക്ക് ശ്രേയസിനുള്ള മാർഗം അങ്ങ് പറഞ്ഞു തന്നാൽ. വ്യാസൻ പറഞ്ഞു, അർജുന, യാദവന്മാരുടെ അവസാനം ഇപ്രകാരമായിരിക്കുമെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. അദ്ദേഹം തന്നെയാണ് അപ്രകാരം വരുത്തിവെച്ചതും. നീ അവരെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കരുത്. അവതാര കാര്യങ്ങൾ നിർവഹിച്ചിട്ട് കൃഷ്ണൻ ദേഹം ത്യജിച്ച് മുഖ്യമായ സ്ഥാനത്ത് ചെന്നെത്തുകയും ചെയ്തു. കാലം മൂലമായി സർവ്വതുമുണ്ടാകുന്നു. ജഗത്തിൻ്റെ ബീജം കാലമാകുന്നു. കാലം തന്നതെല്ലാം കാലം തന്നെ എടുക്കുകയും ചെയ്യും. കാലം അനുകൂലമായിരിക്കുമ്പോൾ എല്ലാം ശരിയാണ്, പ്രതികൂലമാകുമ്പോൾ ഫലം മറിച്ചുമാണ്. അതുകൊണ്ട് നിരാശനാകേണ്ട. അർജുനൻ പറഞ്ഞു, ആചാര്യ, ഞങ്ങൾക്കിനിയും ഈ ഭൂമിയിൽ ജീവിക്കണമെന്നില്ല. ഇവിടുത്തെ ആശയും നിരാശയും എല്ലാം മതിയായി. ഞങ്ങളുടെ ജീവനും ആത്മാവുമായ വാസുദേവനെ ഉപേക്ഷിച്ചു പോയ ഈ ഭൂമിയിൽ ഇനി ഒരു നിമിഷം പോലും ജീവിക്കണമെന്നില്ല. ഞാൻ മഹാരാജാവിനെ കണ്ട് എല്ലാ വിവരങ്ങളും അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ മഹാപ്രസ്ഥാനം ചെയ്യും. അങ്ങ് അനുഗ്രഹിക്കണം. അർജുനൻ വ്യാസനെ വലം വെച്ച് നമസ്കരിച്ചു. വ്യാസൻ അനുഗ്രഹിച്ചു. ഉടൻ തന്നെ അർജുനൻ യുധിഷ്ഠിരന്റെ സന്നിധിയിലേക്ക് പോവുകയും ചെയ്തു. ഇതോടുകൂടി മഹാഭാരതം മൗസല പർവ്വവും സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് മഹാഭാരതം മഹാപ്രാസ്തനിക പർവ്വമാണ്. തുടരും.